വോയിസ് കട്ടായി പോയി, അതാണ് ഉണ്ടായത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഒന്നും കൂടി ഞാൻ പറയുന്നുണ്ട്, നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിവിസിബിലിറ്റി റൂൾ അറിയുകയാണെങ്കിൽ നമുക്ക് വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എവിടെ അവന്തികയുടെ ശബ്ദം ഇല്ലല്ലോ? അവന്തിക എവിടെ? ഓക്കെ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തല്ലോ, അതിലെനിക്ക് ഇഷ്ടമായി കേട്ടോ. ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്തല്ലോ, എനിക്കിഷ്ടമായി. പറയാം, ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാം കേട്ടോ. മിനിറ്റ്. ഫസ്റ്റത്തെ നമ്പർ എന്ന് പറയണത് 2230 എന്നതായിരുന്നു. സ്ക്രീനിൽ വരുന്നില്ല, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ട് സ്ക്രീന്? പറയൂ പിള്ളേര് ഒന്ന്. 2230 ആണ് നമ്പർ, ആദ്യത്തെ നമ്പർ. ഇപ്പോൾ 2 കൊണ്ടാവോ, 3 കൊണ്ടാവോ, 4 കൊണ്ട്, 5 കൊണ്ട്, 6, 7, 8, 9, 10 ഇത്രയും നമ്പറാണ് പഠിപ്പിച്ചത്. ഈ ലാസ്റ്റ് സൈഫർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 10 കൊണ്ട് ഡിവിസിബിൾ ആവും. ലാസ്റ്റത്തെ നമ്പർ സൈഫറാണ് എങ്കിൽ 10 കൊണ്ട് ഡിവിസിബിൾ ആവും. പിന്നെ 2 കൊണ്ടാവണമെങ്കിൽ ലാസ്റ്റ് നമ്പർ 0, 2, 4, 6, 8 ഈ നമ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ, ലാസ്റ്റ് നമ്പർ ഞാൻ പറഞ്ഞ നമ്പറൊക്കെ വന്നാൽ 2 കൊണ്ട് ആവും. പിന്നെ 3 കൊണ്ടാവണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ഡിജിറ്റിനെയൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. 2 + 2 4 + 3 എത്രയാണ്? 7 ആണ് വരുന്നത്. 3യോ 3ൻ്റെ മൾട്ടിപ്പിൾസ് ഒന്നും വന്നില്ല, അപ്പോൾ നമുക്ക് 3 കൊണ്ട് ആവില്ല. 2 കൊണ്ടും 3 കൊണ്ടും ആയാൽ മാത്രമാണ് 6 കൊണ്ട് ആവുള്ളൂ. ഇവിടെ 3 കൊണ്ട് ആവാത്തത് കാരണം 6 കൊണ്ടും ആവില്ല. ഇനി ലാസ്റ്റ് നമ്പർ 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ തീർച്ചയായിട്ടും 5 കൊണ്ട് ഡിവിസിബിൾ ആവും. ഇവിടെ 0 ഉള്ളത് കാരണം 5ൻ്റെ അടുത്ത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി 4ൻ്റെ ഡിവിസിബിലിറ്റി റൂളാണ്. 30 പറഞ്ഞ നമ്പർ, ലാസ്റ്റ് 2 ഡിജിറ്റാണ് നമ്മൾ എടുക്കുന്നത്. 30 പറഞ്ഞ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആവുമോ നോക്കുക. 4 കൊണ്ടാവണമെങ്കിൽ 7 തവണ 28 വരും, ബാലൻസ് 2 വരുന്നു. നമുക്ക് ഈ ബാലൻസ് ഉള്ള ഈ പറയുന്ന ഈ ഭാഗത്ത്
ഇവിടെ എന്താ വരേണ്ടത്, സിസ്റ്റം എന്താ വരേണ്ടത്, നമുക്ക് 0 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ റിമൈൻഡർ എന്താ വന്നിരിക്കുന്നത്, 2 ആണ് വന്നിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇത് 4 കൊണ്ട് ഡിവിസിബിൾ ആവില്ല. ഓക്കെ, ഇനി അടുത്ത് 7 കൊണ്ടാവണമെങ്കിൽ ഞാൻ ചെയ്യാൻ പറഞ്ഞ രീതി എങ്ങനെയായിരുന്നു, ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 0 വന്നു, 0 കൊണ്ട് മൈനസ് ചെയ്യുക, 2 2 3 ആണ്. വീണ്ടും 3നെ എടുത്തു, 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ് വരുന്നത്. 6നെ മൈനസ് ചെയ്യുക, നമുക്കിവിടെ വരുന്നത് 16 ആണ്. 16 7ൻ്റെ ടേബിളിൽ വരില്ല, സോ 7 കൊണ്ട് ഡിവിസിബിൾ ആവില്ല. ഈ 8ൻ്റെ ഡിവിസിബിലിറ്റി റൂളാണ്. 8ൻ്റെ ഡിവിസിബിലിറ്റി റൂളിന് ലാസ്റ്റ് 3 ഡിജിറ്റാണ് എടുക്കേണ്ടത്. സോ 2 3 0നെ 8 കൊണ്ട് ഡിവിസിബിൾ ചെയ്ത് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ ഇവിടെ 2 ടൈംസ് 16 വരും, ബാലൻസ് 70 ആണ് വരുന്നത്. 70 എന്ന് പറയുമ്പോൾ 8 8 64, ബാലൻസ് 6 ആണ് വരുന്നത്. ഇവിടെ എന്ത് വരണം, 0 വരണം. സോ 8 കൊണ്ട് ഡിവിസിബിൾ ആവില്ല. 3 കൊണ്ട് നമ്മൾ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തപ്പോൾ ആയില്ല. ഇനി 9 കൊണ്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ദേ പറയുന്ന നമ്പറിന് ഒന്നും കൂടി ആഡ് ചെയ്യുക. 9 9ൻ്റെ മൾട്ടിപ്പിളോ വന്നു കഴിഞ്ഞെങ്കിൽ നമുക്കത് 9 കൊണ്ട് ഡിവിസിബിൾ ആവും. നോക്കുമ്പോൾ 7 ആണ് വരുന്നത്. സോ ഇങ്ങനെ ഇതൊന്ന് എഴുതിയെടുക്കൂ. നിങ്ങൾ പേപ്പറിൽ എഴുതി വെച്ചത് ഞാൻ കയ്യിൽ കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വെച്ചിട്ടുണ്ടോ കയ്യിൽ? സേസാറിനോ? ആ, എഴുതിയെടുക്കൂ. ഇത് പെട്ടെന്ന് എഴുതിയെടുക്കൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അവന്തിക ഇതിലിട്ടിട്ടുള്ളത് 2 മാത്രമാണ് ഡിവിസിബിൾ ആവുന്നതാണ്. പക്ഷെ അല്ലാട്ട് അവന്തികയുടെ ആൻസർ നോക്കിയപ്പോൾ 2 മാത്രമാണ് ടിക്ക് ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ളതും കൂടി ചെക്ക് ചെയ്യണമായിരുന്നു. അതിൽ 5 ടിക്ക് വരും, 10 ടിക്ക് വരുമായിരുന്നു കേട്ടോ. അവന്തിക മനസ്സിലായ കാര്യങ്ങൾ? ആ, ഇനി കിഷാന്റെ കാര്യം നോക്കട്ടെ. കിഷാൻ എന്താ ചെയ്തതെന്ന്. കിഷാൻ കറക്റ്റാണ്. 2ഉം 5ഉം 10ഉം കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. സൂപ്പർ കിഷാൻ. ഞാൻ അടുത്ത നമ്പർ പോട്ടെ, എഴുതിയെടുത്തോ? അവന്തിക എഴുതിയെടുത്തോ? 2 5 10ൻ്റെ അവിടെ ടിക്കറ്റ് കൊടുത്താ? അവന്തിക ഇട്ടു. ഇപ്പൊ മനസ്സിലായില്ലേ അവന്തിക എവിടെയാ തെറ്റ് ചെയ്ത് എന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് 555 എന്ന നമ്പർ ആയിരുന്നു. ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും ലാസ്റ്റ് നമ്പർ നമുക്ക് എന്താവണം, ഈ പറയുന്ന ഈവൻ നമ്പർ ആവണം. പക്ഷെ ലാസ്റ്റ് നമ്പർ ഓഡ് നമ്പറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് 2 കൊണ്ട് ഡിവിസിബിൾ ആവില്ല. 2 കൊണ്ട് ഡിവിസിബിൾ ആവാത്തത് തീർച്ചയായിട്ടും 4 കൊണ്ടും ആവില്ല, 8 കൊണ്ടും ആവില്ല. ഇനി ലാസ്റ്റ് നമ്പർ 5 ആയത് കാരണം 5 കൊണ്ട് ഡിവിസിബിൾ ആവും. പക്ഷേ 10 കൊണ്ട് ആവണമെങ്കിൽ ലാസ്റ്റ് നമ്പർ 0 ആവണം. സോ 10 കൊണ്ടും ആവില്ല. ഇനി ഇതെല്ലാം ആഡ് ചെയ്തപ്പോൾ എനിക്ക് 20 ആണ് വരുന്നത്. അത് 9ൻ്റെ മൾട്ടിപ്പിളും അല്ല, പിന്നെ 3ൻ്റെ മൾട്ടിപ്പിളും അല്ല. ഇനി 6 കൊണ്ട് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2ഉം 3ഉം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആവുന്ന നമ്പറാണ് 6 കൊണ്ട് ആവുള്ളൂ. പക്ഷേ ഇത് രണ്ടും തെറ്റായത് കാരണം 6ഉം തെറ്റാണ്. ഇനി 7 കൊണ്ടാവുമോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ 7 ഈ രീതി നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എപ്പോഴും പോലെ ഡിവൈഡ് ചെയ്തേ പറയാം കേട്ടോ, ഒന്നും പ്രശ്നമില്ല. 7 ഈ രീതി നിങ്ങൾക്ക് ടഫാണ് എങ്കിൽ ഇങ്ങനെ ചെയ്തും പറയാം. ജസ്റ്റ് 7 കൊണ്ട് ഡിവിസിബിൾ ചെയ്ത് നോക്കുകയും ചെയ്യാം. സോ 5 × 2 എത്രയാണ്? 10. ജസ്റ്റ് ഞാൻ മൈനസ് ചെയ്തു. 545 ആണ് വരുന്നത്. മൈനസ് ചെയ്തപ്പോൾ ഇനി 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 10 ആണ് കിട്ടുന്നത്. ഈ 10 ഇവിടെ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ 44 ആണ് വരുന്നത്. 44 ഒരിക്കലും 7ൻ്റെ ടേബിളിൽ വരില്ല. അപ്പോൾ 7 കൊണ്ടും ഡിവിസിബിൾ ആവില്ല. കിഷാൻ്റെ ആൻസർ കറക്റ്റാണ്. അവന്തിക എന്താ ആൻസർ ചെയ്തിരിക്കുന്നത് ഞാൻ നോക്കട്ടെ കേട്ടോ. കിഷാൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. 2 3 4 5. കിഷാൻ്റെ ആൻസർ കറക്റ്റാണ്. അവന്തിക വന്നിട്ട് അവന്തികയും കറക്റ്റാണ് കേട്ടോ ആൻസർ. ബാക്കിയുള്ളതൊന്നും ടിക്ക് ചെയ്തിട്ടില്ല, കറക്റ്റാണ്. അപ്പോൾ അവന്തികയുടെ ആൻസറും കറക്റ്റാണ്, കിഷാൻ്റെ ആൻസറും കറക്റ്റാണ്.
ഇനി അടുത്ത നമ്പർ 888888. ഇത് ലാസ്റ്റ് നമ്പർ നമുക്ക് ഈ പറയുന്ന ഈ ഭാഗത്തെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, 88 ലാസ്റ്റ് നമ്പർ ഈവൻ നമ്പർ ആയത് കാരണം 2 കൊണ്ടാവും. പിന്നെ പിന്നെ 10 കൊണ്ടാവില്ല, 5 കൊണ്ടാവില്ല. ഏതൊക്കെ പെട്ടെന്ന് കിട്ടുന്നോ അതൊക്കെ വേഗം എഴുതി വെച്ചോളൂ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. സോ ഇനി 3 കൊണ്ടാവുമോ നോക്കാം. ലാസ്റ്റ് നമ്പർ 8 ആയത് കാരണം, ലാസ്റ്റ് 2 ഡിജിറ്റ് 88 ആയത് കാരണം 4 കൊണ്ട് എന്തായാലും ഡിവിസിബിൾ ആവും. ലാസ്റ്റ് 3 ഡിജിറ്റും 8 ആയത് കാരണം 8 കൊണ്ടും ഡിവിസിബിൾ ആവും. ഇനി നമ്മൾ നോക്കേണ്ടത് 3ൻ്റെയാണ്. അപ്പോൾ എത്ര 8കളാണ് ഇവിടെ ഉള്ളത്? 1 2 3 4 5 6 8. 6 8 48. അത് 3ൻ്റെ ടേബിളിൽ വരുന്നുമുണ്ട്. സോ 3 കൊണ്ടാവും. അങ്ങനെയാണെങ്കിൽ 6 കൊണ്ടാവും. 10 കൊണ്ടാവില്ല. 9 കൊണ്ടാവോ? 6 8 48 വന്നത്. നമുക്ക് 9 കൊണ്ടാവണമെങ്കിൽ 45 ഇല്ലെങ്കിൽ 54 വന്നിരിക്കണമായിരുന്നു. സോ 9 കൊണ്ടാവില്ല. ഇനി 7 കൊണ്ടാവോ നമ്മൾ നോക്കാം. സോ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 16. 16 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 72. 8 8 8. ഇത് 2 കൊണ്ട് ചെയ്താൽ 4. -4 ചെയ്താൽ 833 എന്ന് വന്നു. വീണ്ടും ഇത് 2 കൊണ്ട് ചെയ്താൽ 6. -6 ചെയ്താൽ 882. എഗെയിൻ 2 കൊണ്ട് ചെയ്താൽ 4. 4 മൈനസ് ചെയ്താൽ 84. 84 എന്ന് പറഞ്ഞ നമ്പർ തീർച്ചയായിട്ടും നമുക്ക് 7ൻ്റെ മൾട്ടിപ്പിളാണ്. 12 തവണ വരും. കിഷാന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ 7ൻ്റെ കാര്യം? അവന്തികയ്ക്ക് കിട്ടിയിട്ടില്ല. കിഷാൻ്റെ കാര്യം ഞാൻ നോക്കിയിട്ടില്ല. കിഷാനെ നോക്കട്ടെ കേട്ടോ. രണ്ട് 3 4 5 6 7 എന്തേ റോങ് ഇട്ട് വെച്ചിരിക്കുന്നത് കിഷാൻ? 1 7 -18 2 14 മൈനസ് ചെയ്താൽ 48. 6 തവണ 42. 6 വീണ്ടും 8 68. 9 63. ബാലൻസ് 58. 8 56. ബാലൻസ് 28. കറക്റ്റാണല്ലോ കിഷാൻ. 7 കൊണ്ട് ഡിവിസിബിൾ ആവുന്നുണ്ടല്ലോ. ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കിഷാൻ? ആൻസർ ചെയ്യൂ. അപ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ അവന്തിക ഒരുവിധം ഐഡിയ കിട്ടിയാടാ നിനക്ക് എങ്ങനെ ചെയ്യണമെന്ന്? അവന്തിക ഇപ്പോഴും കിട്ടിയിട്ടില്ലേ എങ്ങനെ ചെയ്യണമെന്ന്? പറയടാ, വേഗം പറയേ. മനസ്സിലായില്ലേ? എന്തിടാ മനസ്സിലായില്ല? മനസ്സിലായിട്ടില്ല. ഏത് സ്റ്റെപ്പാണ്? 7 കൊണ്ട് ചെയ്യണതാണോ മനസ്സിലാവാത്തത്? അത് നീ എന്ത് ചെയ്താൽ മതി? നോർമലായിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യില്ലേ, അതുമാതിരി ചെയ്താൽ മതി. ഈ ഒരു ട്രിക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. 7 കൊണ്ട് ഒരു സംഖ്യനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക നോർമൽ രീതിയിൽ? ഇപ്പം 28 7 എന്നുണ്ടെന്ന് വെച്ചോളൂ. 7 കൊണ്ട് ഡിവിസിബിൾ ചെയ്യണമെങ്കിൽ 4 തവണ 28. ഇവിടെ 0. വീണ്ടും 7നെ ഇറക്കും. 1 തവണ 7. ഇങ്ങനെ ചെയ്യാറുണ്ടോ? അവന്തികയ്ക്ക് ഇതറിയില്ലേ? ഇതുമാതിരി ചെയ്ത് നോക്കൂ. അപ്പോൾ ലാസ്റ്റ് 0 ആണ് വരുന്നുണ്ടെങ്കിൽ ആ നമ്പർ, തന്നിരിക്കുന്ന നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആവും എന്നുള്ളത് ഉറപ്പുവരുത്തുക, ടിക്ക് ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ. ഇനി വേറെ ഏതെങ്കിലും ഇതിൽ ഡിവിസിബിലിറ്റി റൂള് ഡൗട്ട് ഉണ്ടോ? പറയൂ. ഇല്ല. 1 മുതൽ 10 വരെ പഠിച്ചു വെച്ചാൽ വലിയ കാര്യമാണ് കേട്ടോ. ഡിവിസിബിലിറ്റി റൂള് അതുവരെ പഠിച്ചു വെച്ചാൽ നമുക്ക് എക്സാമിന് കുറച്ചും കൂടി എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ ഈ ഡിവിസിബിലിറ്റി റൂളിൽ 10 വരെ പഠിച്ചു. 11 കൂടി ഞാനിപ്പോൾ പറഞ്ഞു തരാം. 11 എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നോക്കൂ, 1 3 3 1. 11ൻ്റെ ഡിവിസിബിലിറ്റി റൂളാണ് ചെക്ക് ചെയ്യാൻ. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഒരു നമ്പർ വിട്ട് ഇനിയൊരു നമ്പർ, ഒരു നമ്പർ വിട്ട് ഇനിയൊരു നമ്പർ. അപ്പോൾ ഓഡ് പ്ലേസിലുള്ള നമ്പറിനെയൊക്കെ ആഡ് ചെയ്യുക, ഈവൻ പ്ലേസിലുള്ള നമ്പറിനെയൊക്കെ ആഡ് ചെയ്യുക.
ഇപ്പോൾ 1 2 3 4 5 6 7 8 എന്നുണ്ടെങ്കിൽ 1 3 5 7 2 4 6 8 ഇതിനൊക്കെ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം വരുന്ന ആൻസർ ഉണ്ടല്ലോ, അതിൻ്റെ ഡിഫറൻസ് കാണുക. ഒന്നും കൂടി പറയാം. 1 + 3 എത്രയാ? 4. 3 + 1 എത്രയാ? 4. അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ മൈനസ് ചെയ്യുക. എത്രയാണ്? 0. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ 0 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ. 11ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? 11 വരും, 22 വരും, 33, 44, 55 ഇങ്ങനെ മൾട്ടിപ്പിൾ ഉണ്ടല്ലേ. ഇത് വന്നാലും നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആവും എന്നതാണ് അവർ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 121 എടുത്തോളൂ. ഈ ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും ആഡ് ചെയ്യുക 2. സെക്കൻഡ് നമ്പർ എന്താണ്? 2 മൈനസ് ചെയ്യുക, അപ്പോൾ 0. അപ്പോൾ 121 11 കൊണ്ട് ഡിവിസിബിൾ ആവും. ഞാൻ ചോദിക്കട്ടെ, 1728 എന്ന് പറഞ്ഞ നമ്പർ ഡിവിസിബിൾ ആവുമോ എന്നുള്ളത് നോക്കണം. സോ ഫസ്റ്റ് ഡിജിറ്റും തേർഡ് ഡിജിറ്റും എടുക്കുക, സെക്കൻഡ് ഡിജിറ്റും ഫോർത്ത് ഡിജിറ്റും എടുക്കുക, ആഡ് ചെയ്യുക. സോ 1 + 2 എത്രയാണ്? 3. 7 + 8 എത്രയാണ്? 15 ആണ്. ജസ്റ്റ് ഡിഫറൻസ് എടുക്കുക. ഇവിടെ ഡിഫറൻസ് 12 ആണ് വരുന്നത്. ഇവിടെ എന്ത് വരണമായിരുന്നു? 0, 11, 11ൻ്റെ മൾട്ടിപ്പിളോ വരണമായിരുന്നു. പക്ഷെ ഇവിടെ 12 ആണ് വരുന്നത്. സോ ഇത് ഡിവിസിബിൾ ആവില്ല. കുട്ടികളെ മനസ്സിലായോ? അത് ഒരു നമ്പറും കൂടി പറയാം. 1821 ഇവിടെ വന്നിട്ട് ഈ നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് പറയൂ. 18,216. ഈ നമ്പർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് 11 കൊണ്ട് ഡിവിസിബിൾ ആവുമോ നോക്കി പറയൂ. സൗണ്ട് ബ്രേക്ക് ആവുക അല്ലെങ്കിൽ ആകും. സോ നമുക്ക് നോക്കാം. 1 + 2 3, 3 + 6 9 ആണ്. 8 + 1 9 ആണ്. സോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുന്നുമുണ്ട്. ക്ലിയർ? സോ 0 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആവും. സോ ഇനി ഒരു നമ്പറും കൂടി തരാം. ഈ നമ്പറും കൂടി ചെയ്തു പറയൂ. ഇല്ല, ആവില്ല. ഓക്കെ. സോ 1 + 8 9, 9 + 1 10, 10 കിട്ടി. 8 + 3 11 ആണ് വരുന്നത്. +0 11 ആണ് വരിക. ഡിഫറൻസ് എടുക്കുമ്പോൾ 1 ആണ് വരുന്നത്. ഇവിടെ 1 വരാൻ പാടില്ല നമുക്ക് കേട്ടോ. 11 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് വരേണ്ടത്. അവന്തികയ്ക്ക് ഇത് മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്കാണ് പോണത് കേട്ടോ. ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതൊരു എളുപ്പ വഴിയാണ്. അതൊന്ന് എഴുതി തരാം. ഞാനതൊന്ന് എഴുതി എടുത്തോളൂ കേട്ടോ സംഭവം. ഇഫ് എ നമ്പർ കിഷാൻ അപ്ലൈ ചെയ്തോടാ? നീ എക്സാമിന് അപ്ലൈ ചെയ്താ കിഷാൻ? അവന്തിക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാ? ഇല്ല, ഇന്നലെ പോയിട്ട് ഇത് ഔട്ടായി പോയി, സെർവർ ഔട്ടായി പോയി. പിന്നെ ചെയ്യാൻ പറ്റിയില്ല. വേഗം ചെയ്യണം കേട്ടോ. നീ എല്ലാ സർട്ടിഫിക്കറ്റും റെഡി അല്ലേ? എല്ലാം ശരിയാ, റെഡിയാണ്. മോൾക്കോ അവന്തികയ്ക്കോ? അവന്തിക പറയൂ, അപ്ലൈ ചെയ്താ? ചോദിച്ചാക്കട്ടെ. എന്താടാ മനസ്സിലായില്ല? ചോദിച്ചാക്കട്ടെ. ആ അവന് ഏത് ലാംഗ്വേജാണ് നിങ്ങൾ കൊടുക്കുന്നത്? കിഷാന്റെ അമ്മ പറയൂ, ഏത് ലാംഗ്വേജാണ് കൊടുക്കുന്നത്? ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? മലയാളമാണ് കൊടുത്തത്. ആഹാ, ശരി ശരി. ഇവന് പറ്റില്ലേ കിഷാൻ? നിനക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ വായിച്ചെടുത്തിട്ട്? ഓക്കെ ഓക്കെ. ഞാൻ എന്തായാലും ഇത് മലയാളത്തിലല്ല എക്സ്പ്ലനേഷൻ തരുന്നത്. അപ്പം നിനക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. പറയൂ.
ഇല്ല, ഇതാ നാളെ പോകും. ഇന്നലെ ആ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയത്. ആ ലാസ്റ്റ് ടൈം വരെ വെച്ചിരിക്കണ്ട കേട്ടോ, വേഗം ചെയ്തിട്ടോളൂ. ഇല്ല ഇല്ല, നാളെ കൊടുക്കും. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. അപ്പൊ നോക്കൂ. പിന്നെ ഇവക്ക് ഉച്ചക്കുള്ള ക്ലാസ് ഇല്ല മാം ഇന്ന്. ആ ശരി, ഞാനത് നോക്കിയിട്ട് പറയാം കേട്ടോ, എൻ്റെ സമയം കൂടി നോക്കിയിട്ട് ഞാൻ ആ ഓർപ്പിക്കാം. ശരി മാം. അപ്പോൾ സോ നോക്കിക്കോളൂ, ഇതൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഇഫ് എ നമ്പർ ഇസ് മെയ്ഡ് ബൈ റൈറ്റിംഗ് എ ഡിജിറ്റ് 6 times, then the number is divisible by 7, 11, 13. ഇവരെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയോ? ഒരു നമ്പർ ഉണ്ട്, അത് ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല നമുക്ക്. ഓക്കെ, അതിനെ 6 തവണ എഴുതി കഴിഞ്ഞു എന്ന് വെച്ചോളൂ. 6 തവണ എഴുതിയെങ്കിൽ ആ നമ്പർ തീർച്ചയായിട്ടും 7 കൊണ്ടും ഡിവിസിബിൾ ആവും, 11 കൊണ്ടും ആവും, 13 കൊണ്ടും ആവും എന്നതാണ് ഒരു എളുപ്പ വഴിയാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നിൽ നമ്മൾ പഠിച്ചില്ലേ, 8 8 8 8 8 8, ഈ നമ്പർ തീർച്ചയായിട്ടും 7 കൊണ്ട് ഡിവിസിബിൾ ആവും. ഇതൊരു ഹിൻ്റാണ്, ഇതൊരു ക്ലൂ ആണ്. അങ്ങനെയാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. ഇപ്പം നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല, 7 കൊണ്ട് ഡിവിസിബിൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ഈ ഹിൻഡ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നമ്പർ, അത് ഏത് നമ്പർ ആയാലും ശരി, 6 തവണ ആ നമ്പർ എഴുതി കഴിഞ്ഞു എങ്കിൽ ആ നമ്പറിനെ 7 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റും, 11 കൊണ്ടും പറ്റും, 13 കൊണ്ടും പറ്റും. ക്ലിയർ? മനസ്സിലായോ? ഇനി അടുത്തത്, ഇഫ് എ നമ്പർ എഴുതിയെടുക്കൂട്ടാ. ഇഫ് എ നമ്പർ is made by writing a 2-digit number 3 times, then the number is divisible by 7 and 30. ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 ഡിജിറ്റ് നമ്പർ, ഇവിടെ നമ്മൾ സിംഗിൾ ഡിജിറ്റാണ് റിപ്പീറ്റ് ആവണമെന്ന് പഠിച്ചത്, 6 തവണ റിപ്പീറ്റ് ആവണമെന്ന്. ഇത് ഏത് നമ്പർ വേണമെങ്കിൽ വരാം, 5 5 5 5 5 ഇത് വരാം, 4 4 4 4 4 ഇത് വരാം, 9 9 9 9 9 ഇതും വരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിൽ വരാം, 1 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റിൽ ഏത് വേണമെങ്കിൽ വരാം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത്, ഇഫ് എ നമ്പർ ഇസ് മെയ്ഡ് ബൈ റൈറ്റിംഗ് എ 2-digit നമ്പർ 3 times. 3 times വന്നിരിക്കണം അത്രേ. 2 digit നമ്പർ എത്ര തവണ വരണം? 3 times വരണത്രേ. സോ അത് ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല നമുക്ക്. ഇപ്പോൾ 81 81 81 അങ്ങനെ 3 times എഴുതിയില്ലേ, ഈ നമ്പർ തീർച്ചയായിട്ടും 7 കൊണ്ടും ഡിവിസിബിൾ ആവും, അതേസമയം 13 കൊണ്ടും ഡിവിസിബിൾ ആവും എന്നതാണ് അവർ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 99 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ എഴുതുന്നു, അതേ 3 times ഞാൻ എഴുതുന്നു. ഓക്കെ, ഇതും 7 കൊണ്ടും ആവും, 13 കൊണ്ടും ആവും. ഇനി 73 73 73 എന്നൊരു നമ്പർ എഴുതുന്നു, ഇതും 7 കൊണ്ടും ആവും, 13 കൊണ്ടും ആവും. ഇതൊക്കെ ഹിൻ്റാണ് കേട്ടോ, എഴുതി വെച്ചോളൂ. എഴുതിയാ? എഴുതിയ കുട്ടികളെ പറയൂ. ഇഫ് എ നമ്പർ ഇസ് മെയ്ഡ് ബൈ റൈറ്റിംഗ് എ ഡിജിറ്റ് 2-digit number 3 times, then the number is divisible by 7 and 13. കിഷാൻ ഓക്കെ ആണോ? കിഷാൻ, അവന്തിക ക്ലിയർ ആണോ? ഇതെപ്പോൾ വേണമെങ്കിൽ ഞാൻ ചോദിക്കൂട്ടെ, അപ്പോൾ പഠിച്ചു വെക്കുക ഈ കാര്യങ്ങൾ. ഇനി അടുത്തതും കൂടി പറഞ്ഞുതരാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ ക്ലിയർ ആയിട്ട്?
ആ ഇനി അടുത്ത നമ്പർ അല്ല സോറി അടുത്ത ഹിന്റ്. ഇഫ് എ നമ്പർ is made by repeating a 3-digit number two times. അങ്ങനെയാണെങ്കിൽ then the number, നിങ്ങളിപ്പോൾ കുട്ടികളായിട്ടൊക്കെ കളിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഈ മാജിക്കൊക്കെ പറയാൻ സാധിക്കും. ഇപ്പോൾ കുട്ടികളായിട്ട് നിങ്ങൾ കളിക്കുന്ന ഗെയിമൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ പറയാം ഒരു നമ്പർ നിങ്ങൾ പറഞ്ഞിട്ട് അത് 7 കൊണ്ടോ 11 കൊണ്ടോ 13 കൊണ്ടോ ഒക്കെ ഡിവിസിബിൾ ആവുമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അവർ പറയാനായിട്ട് താമസിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം ഇത് പറ്റുമെന്ന്. അപ്പോൾ ആ നമ്പർ എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് എ നമ്പർ ഇസ് മെയ്ഡ് ബൈ റിപ്പീറ്റിംഗ് എ 3-digit നമ്പർ, അത് ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല, ഒരു 3-digit നമ്പർ, അതിനെ 2 തവണ എഴുതുക. അപ്പോൾ ആ നമ്പർ തീർച്ചയായിട്ടും 7 കൊണ്ടും 11 കൊണ്ടും 13 കൊണ്ടും ഒക്കെ ഡിവിസിബിൾ ആവും. ഓക്കെ, ഇത് 7 കൊണ്ട് ഡിവിസിബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ ലാസ്റ്റ് നമ്പർ 0 ആയിട്ട് റിമൈൻഡർ വരും. അതേപോലെ 11 കൊണ്ട് ചെയ്താലും ലാസ്റ്റ് നമ്പർ 0 വരും. 13 കൊണ്ട് ചെയ്താലും ലാസ്റ്റ് നമ്പർ 0 വരും. ക്ലിയർ? എഴുതി വെച്ചോളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് 4 ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഓൺ ഹോൾ നമ്പറിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. ഡിവിസിബിലിറ്റി റൂള് നിർബന്ധമായി പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ സീറോൻ്റെ പ്രോപ്പർട്ടീസ്, സീറോൻ്റെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ, എനി നമ്പർ, അതിൻ്റെ കൂടെ സീറോനെ ആഡ് ചെയ്താൽ നമുക്ക് അതേ നമ്പർ തന്നെ വരും. എനി നമ്പർ അതിനെ 0 കൊണ്ട് മൈനസ് ചെയ്താലും അതേ നമ്പർ. എനി നമ്പർ അതിനെ 0 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് 0 ആണ് വരിക. എനി നമ്പർ അതിനെ 0 കൊണ്ട് ഡിവിസിബിൾ ചെയ്താൽ ഇൻഫിനിറ്റീവ്, അല്ലെങ്കിൽ നിങ്ങൾ 0 തന്നെ പഠിച്ചു വെച്ചോളൂ, 0 ആണ് വരിക എന്ന് പഠിക്കുക. ഇതാണ് പ്രോപ്പർട്ടി ഓഫ് 0 എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടി ഓഫ് 1 എന്നാണ്, ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് അതേ നമ്പർ തന്നെ വരുള്ളൂ. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ വരും. 1 കൊണ്ട് ആഡ് ചെയ്താൽ നെക്സ്റ്റ് നമ്പർ, 1 കൊണ്ട് മൈനസ് ചെയ്താൽ പ്രീവിയസ് നമ്പർ. ഇതാണ് 1ൻ്റെ റൂള്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ബോർഡ് മാസ് റൂള് ഇതൊക്കെയായിരുന്നു. ഇത്രയൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ക്ലിയർ ആണോ ഇതുവരെ? നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവും എന്ന് പരിചയപ്പെടാം. ആ ശരി, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവർ പറയുന്നത് 85536 എന്ന് പറയുന്ന നമ്പർ ഇസ് ഡിവിസിബിൾ. ഇതൊക്കെ നിങ്ങളുടെ മാത്സ് നോട്ടിൽ എഴുതി വെച്ചിരിക്കണം കേട്ടോ. ഇത് ഞാൻ PDF ആക്കി അയച്ചു തരും നിങ്ങൾക്ക്. നിങ്ങൾ എന്ത് ചെയ്യണം, മാത്സ് നോട്ടിൽ ഇതൊക്കെ കോപ്പി ചെയ്ത് എഴുതി വെക്കണം. ഇതൊക്കെ ഞാൻ ടെസ്റ്റ് തരും. ഞാൻ നിങ്ങളോട് മറ്റേ എല്ലാ ടോപ്പിക്കും പഠിച്ചു വെക്കാനായിട്ട് പറഞ്ഞിരുന്നു. പഠിച്ചു വെച്ചിട്ടുണ്ടോ? ടെസ്റ്റ് വെച്ചാൽ എഴുതുമോ? ആ ഓക്കെ. സോ 85,536 is divisible by which number without actual divisible? ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ ഏത് നമ്പറാണ് നിങ്ങൾക്ക്, മീൻസ് ഈ 4 ഓപ്ഷനിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 85,536 എന്ന് പറഞ്ഞ നമ്പർ is divisible by which number without actual divisible? നിങ്ങൾ ഇതിനെ വെച്ചിട്ട് ആക്ച്വലായിട്ട് നമ്മൾ ഡിവിസിബിൾ ചെയ്യില്ലേ, ഇങ്ങനെ ചെയ്യില്ലേ? അങ്ങനെ ചെയ്യാതെ ഞാൻ ഒരു ഫോർമാറ്റ് പഠിപ്പിച്ച് തന്നിട്ടില്ലേ? ഇപ്പോൾ 3 ആണെങ്കിൽ എല്ലാ ഡിജിറ്റിനെയും ആഡ് ചെയ്ത് 3ൻ്റെ മൾട്ടിപ്പിളോ 3യോ വരുന്നുണ്ടോ നോക്കാൻ പറഞ്ഞു. 5 ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ, 7 ആണെങ്കിൽ ഒരു മെത്തേഡ്, 13 ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, 13 ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. സോ ഈ 3 പറ്റുന്നുണ്ടോ നോക്കൂ, 5ഉം 3ഉം 7ഉം ഒക്കെ പറ്റുന്നുണ്ടോ നോക്കൂ. ഏതാണ് നമുക്ക് ക്ലിക്ക് ആവുക എന്ന് പറയും. ഇത് 13ൻ്റെയും പറഞ്ഞു തരാം ഞാൻ. നോക്കൂ, 5 കൊണ്ടാവോ കിഷാൻ? 5 കൊണ്ടാവോ? ഡിവിസിബിൾ ആവോ? ഇല്ല. വൈ? നമ്പർ 6 ആണ്.
യെസ്, കറക്റ്റ്. ലാസ്റ്റ് ഡിജിറ്റ് എന്താവണം? നമുക്ക് 5 ആവണമെങ്കിൽ, 5 കൊണ്ട് ആവണമെങ്കിൽ എന്താ ആവേണ്ടത്? 5 അല്ലെങ്കിൽ 0 ആവണം അല്ലേ? അവന്തിക, അവന്തികയ്ക്ക് മനസ്സിലായോ? ആ ഇനി 3 കൊണ്ടാവോ അവന്തിക? പറയൂ, എന്ത് ചെയ്യണം നമ്മൾ അവന്തിക? എല്ലാ നമ്പറിനും എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന 8, 5, 5, 3, 6 3ന്റെ ഡിവിസിബിലിറ്റി റൂള് അവന്തിക ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു ഡിവിസിബിൾ ആവോ ഇല്ലയോ. പറയൂ അവന്തിക, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട്. ആ, പറയ്. അപ്പൊ 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്തിട്ട് പറയും. എങ്ങനെയാ ചെയ്യുന്ന അവന്തിക? പറയും, ഞാനിവിടെ എഴുതാം. എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. 8 പിന്നെ 5 8 + 5 + 5 പ്ലസ് 3 പ്ലസ് 6 6. ഇനി 8 + 5 എത്രയാ വരിക? 13 ആണ് വരിക, 13 ആണ് വരിക. 13 + 5 18, 18 + 3 21, 21 + 3 27, സോറി 21 + 6 27. സോ 27 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 3 കൊണ്ട് ഈ നമ്പർ ഡിവിസിബിൾ ആവും. ഇനി 7ന്റെ ഡിവിസിബിലിറ്റി റൂളും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. സോ അപ്പോഴേ പറഞ്ഞു തന്ന പോലെ തന്നെയാണ്, ലാസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 12 ആണ് കിട്ടുന്നത്. അതിനെ മൈനസ് ചെയ്യുക ജസ്റ്റ്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 8 കിട്ടും. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. ലാസ്റ്റ് നമ്പറിനെ മാത്രം എടുത്തിട്ട് ഇവിടെ 2 മൈനസ് ചെയ്യുക. സോ 8, 5, 2. വീണ്ടും ലാസ്റ്റ് നമ്പറിനെ എടുക്കുക, 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, 4 ആണ് കിട്ടുക. അപ്പോൾ 4. ഇവിടെ 81 ആണ് വരുന്നത്. നമുക്ക് 81 7ന്റെ ടേബിളിൽ വരില്ല. സോ 7 കൊണ്ട് ഡിവിസിബിൾ അല്ല, 5 കൊണ്ടും അല്ല. ഇനി 13ന്റെ ഡിവിസിബിലിറ്റി റൂള് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. നന്നായി ശ്രദ്ധിച്ചോളൂ. 7 പോലെ തന്നെ 13ഉം ഒരു നമ്പർ ഞാൻ പറയാം. 169. ഇത് 13 കൊണ്ട് ഡിവിസിബിൾ ആവോ എന്നറിയണമെങ്കിൽ ലാസ്റ്റ് നമ്പർ 7ന് നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 2 ആണ് ചെയ്തത്. 13ന് ഇൻറ്റു 4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 36 കിട്ടും. ആ 36നെ ജസ്റ്റ് ഇതിൻ്റെ കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഡിഫറൻസ് ആണ് എടുത്തത്, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 52 കിട്ടി. ഓക്കെ, 52 13ന്റെ ടേബിളിൽ 4 തവണ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംഖ്യയാണ്. 13 4s are 52. പിന്നെ വേറൊരു കാര്യം, കിഷാൻ ടേബിൾ പഠിച്ചെടുത്തോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതുവരെ അറിയാം കിഷാന്? 9 വരെ അറിയാം. കിഷാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തൊട്ട് 20 വരെ പഠിച്ചിരിക്കണം കേട്ടോ. 1 തൊട്ട് 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 1s are 1 എന്ന് തൊട്ട് 20 20s are 400 വരെ പഠിച്ചു വെച്ചിരിക്കണം. ഇത് പഠിച്ചു എങ്കിൽ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഈസി ആവും. അവന്തിക നീയും തന്നെ കേട്ടോ ടേബിൾ പഠിക്കണം കേട്ടോ, ടേബിൾ പഠിച്ചെടുക്കണം കേട്ടോ. ഡെയിലിയും ഓരോന്ന് വീതം പഠിച്ചെടുക്കുക. എന്നിട്ട് എനിക്കൊരു വോയിസ് മെസ്സേജ് ചെയ്യുക. പഠിച്ചിട്ട് അത് പറഞ്ഞിട്ട് വോയിസ് മെസ്സേജ് ചെയ്യുക. ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് 2ന്റെ ടേബിളാണ്. 2ന്റെ ടേബിൾ 20 വരെ പഠിച്ചിരിക്കണം. അറിയുകയാണെങ്കിൽ എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് ഇടുക. 1 2s are 2, 2 2s are 4. അത് വോയിസ് മെസ്സേജ് ഇടുക. ഇന്ന് 2ന്റെ പഠിക്കുക, നാളെ 3ന്റെ, അങ്ങനെ ഓരോരോ ദിവസം നമ്മൾ പഠിച്ചു പോവുക. ഇന്നിപ്പോൾ 2ന്റെ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ അറിയില്ല അത് പഠിച്ചെടുക്കുക. ക്ലിയർ? പഠിക്കുമോ രണ്ടുപേരും? ശരി. അപ്പം അങ്ങനെ 13ന്റെ ടേബിളിൽ 13 4s are എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 52. സോ ഇവിടെ കിട്ടിയിരിക്കുന്ന നമ്പർ 13ന്റെ ടേബിളിൽ വരുന്നുണ്ട്. സോ ഈ പറയുന്ന 169 13 കൊണ്ട് ഡിവിസിബിൾ ആവും. ഇനി നമുക്ക് തന്നിരിക്കുന്ന നമ്പർ നമ്മൾ നോക്കണ്ടേ? തന്നിരിക്കുന്ന നമ്പർ
13 കൊണ്ട് ആവുമോ നോക്കണ്ടേ. സോ 8 5 5 3 6. ലാസ്റ്റ് നമ്പറിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 24 കിട്ടി. എന്നിട്ട് ബാക്കിയുള്ള നമ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. പിന്നെ വീണ്ടും ഇൻറ്റു 4 28. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. 15 1 8 8. ഇനി വീണ്ടും 4 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 20 വരുന്നത്. 20 ആഡ് ചെയ്തു 98 വരുന്നത്. 98 13ൻ്റെ ടേബിളിൽ വരില്ല. ഓക്കെ, 13ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അത് കാരണം 13 കൊണ്ടും ഡിവിസിബിൾ ആവില്ല. അപ്പോൾ നമുക്ക് ആകെ കൂടി ആവുന്ന നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കൊണ്ട് മാത്രമാണ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3 ആണ്. ഓക്കെ, ഞാൻ ഈ ക്ലാസ്സിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അയച്ചു തരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് പ്രീവിയസ് ക്ലാസ്സിൽ അയച്ചിട്ടില്ല, ബാക്കിയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് വീണ്ടും ഇരുന്ന് കാണുക. യൂട്യൂബിൽ കയറിയിട്ട് അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് കാണുക കേട്ടോ. കാണുമോ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓൺ ഡിവൈഡിങ് മഴയിൽ എങ്ങനെ വിടുക? 11 മണിയായി. ഒരു മിനിറ്റ് കേട്ടോ, ഒരേ ഒരു മിനിറ്റ്. അതെ, അവനെ കുളിപ്പിച്ചോ? ശരി, ഓക്കെ, ഞാൻ ക്ലാസ്സിലാണ് പോയിക്കോളെ. ഓക്കെ, കേൾക്കുന്നുണ്ടോ വോയിസ്? ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കൂ. ഓൺ ഡിവൈഡിങ് 18,270 by a certain number, the quotient is 186 and the റിമൈൻഡർ. കിഷാൻ, ഈ റിമൈൻഡർ പറഞ്ഞാൽ സിസ്റ്റം എന്നതാണ് കേട്ടോ, അറിയാലോ അല്ലേ? ഫൈൻഡ് ദ ഡിവൈസർ. ഓക്കെ, ഞാൻ കിഷാൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് കോഷ്യൻ്റ് 4. 28 ഇവിടെ വന്നു, റിമൈൻഡർ 0. ഇത് മലയാളത്തിൽ എങ്ങനെയാ പറയുക? 7ന് എന്തെന്നാ പറയുക? ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇതിനെ കോഷ്യൻ്റ് എന്നാണ് പറയുക ഈ ഭാഗത്തിന്. ഇതിനെ റിമൈൻഡർ സിസ്റ്റം എന്ന് പറയും റിമൈൻഡർ. ഇതിനെന്താ പറയുക അറിയാവോ? മലയാളത്തിൽ അറിയാവോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മലയാളത്തിൽ വരുമ്പോൾ അറിയാവോ കിഷാൻ എന്താണെന്ന്? ഡിവിഡൻഡ്, ഡിവൈസർ, ഇതൊക്കെ അറിയാം. എന്തൊക്കെയാണെന്ന് പറയൂ. അറിയാവോ? ഹരിക്കേണ്ട സംഖ്യ, അതൊക്കെ അങ്ങനെയൊക്കെ പറയില്ലേ? ഡിവിഡൻഡ്, ഹരിക്കേണ്ട സംഖ്യ, പിന്നെ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? പഠിച്ചിട്ടില്ല? പറയടാ, എനിക്ക് ഒന്നും കേൾക്കുന്നില്ല, പറയ്. അത് പഠിക്കുന്നുണ്ട്. വിഭജനം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? വിഭജനം
ഡിവിഡൻഡ് ഡിവൈസറിൻ്റെ ഒക്കെ മീനിങ്? ഇല്ല. ഇല്ല. ആഹാ, ശരി. നീ ഇപ്പം ഇതിങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചോ, എന്നിട്ട് ഞാനത് മലയാളം കണ്ടെത്തിയിട്ട് പറയാം കേട്ടോ. എനിക്കും കൃത്യമായിട്ടത് മലയാള പദം എന്താണെന്ന് അറിയുന്നില്ല. ഈ ഇംഗ്ലീഷിൽ ഇത് എങ്ങനെ പറയുന്നത് വെച്ചാൽ ഇതിനെ നമ്മൾ ഡിവൈസർ എന്നാണ് പറയുക. ഡിവൈസർ. ഇതിനെ ഡിവിഡൻഡ് എന്നാണ് പറയുക. ഡിവിഡൻഡ്. ഡി ആണ് കേട്ടോ. എഴുതി വെച്ചോളൂ കേട്ടോ, രണ്ടുപേരും എഴുതി വെച്ചോളൂ. ഡിവൈസർ, ഡിവിഡൻഡ്, കോഷ്യന്റ്, റിമൈൻഡർ. ഇത് വിഭജനമെന്നോ അങ്ങനെ ഡിവൈസർ എന്ന് ഹാരകം എന്നോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആ, എന്താണ് ഹാരകം പറഞ്ഞാൽ എന്താ? ഇതിൽ 7 ആണോ 28 ഹാരകം? 7. യെസ്, സൂപ്പർ. അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ 7 എന്ന് പറയണത് ഡിവൈസർ ആണ് ഇംഗ്ലീഷിൽ. അതിനെ മലയാളത്തിൽ പറയുന്നത് ഹാരകം. എഴുതി വെച്ചോളൂ. അപ്പം 28-ന് എന്താ പറയുക ഈ രീതിയിൽ പറയണമെങ്കിൽ? മലയാളത്തിൽ എന്താ പറയുക, ഓർമ്മയുണ്ടോ? ഡിവിഡൻഡിന് എന്ത് പറയുന്ന? ഒന്ന് ആലോചിച്ച് പറയൂ. ഡിവിഡൻഡിന് മലയാളത്തിൽ എന്ത് പറയുന്ന? അമ്മയുണ്ടോ അടുത്ത്? അമ്മയുടെ അടുത്തൊന്ന് ചോദിക്കൂ. സിസ്റ്റം. അയ്യോ, സിസ്റ്റം റിമൈൻഡർ ആണ്. റിമൈൻഡറിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ആ, ഇവിടെ 0 ആണ് റിമൈൻഡർ. ഹരണഫലം. എന്താണ് ഹരണഫലം? അത് കോഷ്യന്റ് ആയിരിക്കും. കോഷ്യന്റ് ആണ് ഹരണഫലം എന്ന് പറയുന്നത്. കോഷ്യന്റ്. ഇതിൽ നമ്മൾ ചെയ്ത് കിട്ടുന്ന ബലം എന്ന് പറയുന്നത് ഇതല്ലേ, 4 അല്ലേ വരുന്നത്. അപ്പോൾ ഹരണബലം എന്ന് പറയുന്നത് കോഷ്യന്റ് ആയിരിക്കും മിക്കവാറും. മറ്റത് മാത്രം എന്താണെന്നൊന്ന് ചോദിച്ചു പറയാം അമ്മൻ്റെ അടുത്ത്. അമ്മയ്ക്ക് അറിയുന്നുണ്ടാവും. ചോദിച്ചു നോക്ക്. നീ മറ്റേ അവന്തിക അമ്മയോടൊന്ന് ചോദിച്ചു നോക്കൂ. കോഷ്യന്റ് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ എന്ന് ചോദിക്കൂ. ഘടകാംശം എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആണോ ചോദിക്ക്. ശരി, നമുക്കത് എന്തായാലും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. മലയാളത്തിലെ മീനിങ് എന്താണെന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാം. ഇപ്പം ഇത് കിട്ടിയത് മാത്രം എഴുതിയെടുക്കൂ. സോ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഈ പറയുന്ന 7-നെ ഡിവൈസർ എന്ന് പറയും. നമ്മൾ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതിനെ ഡിവിഡൻഡ് എന്ന് പറയും. നമുക്ക് കിട്ടിയ ആൻസറിനെ നമ്മൾ കോഷ്യന്റ് എന്ന് പറയും. ഈ കിട്ടുന്ന ലാസ്റ്റ് ഇവിടെ കിട്ടുന്നില്ലേ, ഈ എല്ലാം കഴിഞ്ഞ് കിട്ടുന്നില്ലേ, ഇതിനെ റിമൈൻഡർ എന്ന് പറയും. സോ 510-നെ 3 കൊണ്ട് ഇല്ലെങ്കിൽ 4 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഇതെന്താണ്? ഡിവൈസർ. 510 എന്ന് പറയുന്നത് ഡിവിഡൻഡ്. ഇനി കോഷ്യന്റ് എന്ത് കിട്ടും നോക്കാം. സോ 1 തവണ 4 വരും, ബാലൻസ് 11. 2 തവണ 8 വരും, ബാലൻസ് 30. ഈ 0 ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ. ഇനി 7 തവണ 28 വരും, ബാലൻസ് 2. ഈ ബാലൻസ് കിട്ടുന്നതിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കോഷ്യന്റ്. ഇതെന്താണ്? ഡിവിഡൻഡ്. ഇത് ഡിവൈസ്. എന്താണ്? ഇവിടെ മനസ്സിലായില്ല. ലാഭവിഹിതം. അത് ശരിയാണോ? അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ശരി, ഞാൻ എന്തായാലും മിസ് ഒന്നും കൂടി നോക്കിയിട്ട് പറയാം കേട്ടോ. അതൊന്നും പ്രശ്നമല്ല, നമുക്ക് നോക്കിയിട്ട് പറയാം. ഇനി ബാക്കിയുള്ളത് ഒന്ന് പഠിച്ചു വെച്ചോ. മ്യൂട്ടാക്കിക്കോളൂ. ഇപ്പം ഇങ്ങനെ തരുന്നു, ഇങ്ങനെ ലൈനിലാണ് തരുന്നത്. 48 ÷ 6 എന്ന് ചോദിക്കുന്നു.
ഇപ്പം നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 7 ആൻസർ കിട്ടുക എന്നുള്ളത്. സോ 48 പറയുന്നത് ഡിവിഡൻഡ് എഴുതിയെടുക്കൂട്ടാ, ഡിവിഡൻഡ്. 6 എന്ന് പറയുന്നത് ഡിവൈസർ. 7 എന്ന് പറയുന്നത് കോഷ്യൻ്റ്. ഇനി ഇവിടെ റിമൈൻഡർ എന്താണ്? ഫുള്ളായിട്ട് നമുക്ക് കോഷ്യൻ കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ ഈ കേസിൽ 0 ആണ് റിമൈൻഡർ. ഇത് എഴുതിയെടുക്കൂ, കോപ്പി ചെയ്യൂ. എഴുതിയെടുത്താ കുട്ടികളെ? എഴുതിയെടുത്തോ? കുട്ടികളെ കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ. എഴുതിയെടുത്തോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. കിഷാൻ മനസ്സിലായ? കിഷാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? അവന്തിക മനസ്സിലായോ? ആൻസർ ചെയ്യൂ. ഡിസ്റ്റർബൻസ് ഉണ്ട് അവന്തിക ഭാഗത്തുനിന്ന്, ഒരുപാട് നോയ്സി ആയിട്ടുണ്ട്. ഓഫാക്കി. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു സംഭവം ക്വസ്റ്റ്യൻ നമ്മൾ ഇനിയും തീർത്തിട്ടില്ല. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ, ഓൺ ഡിവൈഡിങ് 18,270 by a certain number, the quotient is 186 and the remainder is 42. Find the divisor. നമ്മൾ ഡിവൈസർ എന്താണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. എന്താ ചെയ്തവർ? 18,270 ഒരു certain നമ്പർ വെച്ചിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നു. ആ നമ്പർ നമുക്കറിയില്ല, അതിന് വേണമെങ്കിൽ എക്സ് എന്ന് നമുക്ക് പറയാം. എക്സ് എന്ന് പേരിടുന്നു. എന്നിട്ട് അവിടെ കോഷ്യൻ്റ് നമുക്ക് കിട്ടി 186 എന്ന്. അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞു, 42 എന്ന്. സോ ഇവിടെ വരുന്ന ഡിവൈസർ എന്തായിരിക്കും എന്നതാണ് ചോദ്യം. ഇതിന് സിമ്പിളായിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ 510 ഞാൻ എഴുതി, അല്ലെങ്കിൽ 512 എഴുതി. എനിക്ക് വരുന്നത് കോഷ്യൻ്റ് വരുന്നത് 102 എന്ന് വരുന്നു എന്ന് വെച്ചോളൂ. 102 കോഷ്യൻ്റ് വരുന്നു. റിമൈൻഡർ വന്നിട്ട് 2 വരുന്നു എന്ന് വെച്ചോളൂ. ഇവിടെ എന്താണ് വരിക? ഏത് നമ്പർ കൊണ്ടിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് 2 കോഷ്യൻ്റും പിന്നെ ഈ പറയുന്ന 2 റിമൈൻഡറും 102 കോഷ്യൻ്റും ആയിട്ട് കിട്ടുക? ഇതാണ് ചോദ്യം. എന്ത് ചെയ്യാം? എനി ഐഡിയ? സിമ്പിൾ നമ്പർ പറയാം, 7. ഇവിടെ എന്ത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം 2 കിട്ടുക? ഒന്ന് ആലോചിക്കൂ, എന്നിട്ട് പറയൂ. 7 ഏത് നമ്പറാണ്? മനസ്സിലായില്ല. ഏത് നമ്പറാണ്? എക്സ് എന്ന് പറയുന്നത് ഒരു നമ്പർ, അതിനെ 7 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു, ഹരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ എനിക്ക് സിസ്റ്റം 2 കിട്ടുന്നത്. കോഷ്യന്റിന്റെ ഭാഗത്തിലെ ഹരണഫലം എനിക്ക് 1 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും? 1 ശരി, 1 വെച്ച് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 1 വെച്ച് ചെയ്തു എങ്കിൽ എനിക്കിവിടെ 7 അല്ലേ വരിക? അപ്പോൾ 1 അല്ല, അപ്പോൾ 2 വെച്ച് ചെയ്തു നോക്കൂ. അപ്പോൾ എത്ര വരും? 3 times 6 വരും. മൈനസ് ചെയ്താൽ 1 ആണ് വരുന്നത്. എനിക്ക് റിമൈൻഡർ 2 അല്ലേ വരേണ്ടത്? ഇവിടെ കോഷ്യനിൽ 1 അല്ലേ വരേണ്ടത്? അപ്പോൾ അതുമല്ല. ഇനി 7നെ 3 വെച്ച് ചെയ്ത് നോക്കൂ. 2 തവണ 6 വരും, ബാലൻസ് 1. അപ്പോൾ അതുമല്ല. ഇനി 4 വെച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ 1, ഇവിടെ 4, ബാലൻസ് 3 ആണ് വരുന്നത്. 5 വെച്ച് ചെയ്ത് നോക്കൂ. 1 തവണ 5, ബാലൻസ് 2 ആണ് വരുന്നത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? അവന്തിക, ഏതായിരിക്കും ആൻസർ? എക്സിന് പകരം
പകരം എന്തിടുമ്പോഴാണ് എനിക്ക് കറക്റ്റായി വരുന്നത്? നോക്കൂ, പറയൂ. എവിടെയാണ് ഇത്രയും കാൽക്കുലേഷൻ ഉണ്ടതിൽ എവിടെയാണ് സിസ്റ്റം 2ഉം കോഷ്യന്റ് 1ഉം വരുന്നത്? പറയൂ. ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്? നോക്കൂ, ഓരോന്ന് 4-5 ചെയ്തിട്ടില്ലേ? ഇതിൽ ഏതിലെ വരുന്നത്? കിഷാൻ, അവന്തിക, പറയൂ. 7ഓ? എടാ 7 വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് കോഷ്യന്റ് 7 അല്ലേ വന്നിരിക്കുന്നത്, ഇവിടെ എനിക്ക് 1 അല്ലേ വരേണ്ടത്. അപ്പൊ ഇതല്ല. അവന്തിക, മനസ്സിലായോ നിനക്ക് ഞാൻ ചോദിച്ചത്? മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി പറയാം. നോക്കൂ, ഒരു നമ്പർ അതെനിക്ക് അറിയില്ല, അതിനെ ഞാൻ എക്സ് എന്ന് പറയുന്നു. 7നെ ഈ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 1 ഇവിടെ കോഷ്യന്റ്. കോഷ്യന്റ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലേ അവന്തികയ്ക്ക്? അറിയില്ലേ? അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം അല്ലേ പഠിക്കുന്നത്? ഇംഗ്ലീഷ് മീഡിയത്തിൽ കോഷ്യന്റ് പറഞ്ഞാൽ അറിയണല്ലോ. ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ. 9നെ 6 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. ഡിവിഷൻ അറിയാവോ അവന്തികയ്ക്ക്? അറിയാം. ഇപ്പൊ പറയൂ, ഇവിടെ 9 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയൂ. ഇവിടെ 9 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് പറയൂ. കിഷാൻ, അതിൻ്റെ ഉള്ളിൽ ഈ 4 ഏതാ ആൻസർ എന്ന് പറയണം കേട്ടോ. നീ അവന്തിക പറയൂ. 9 എത്ര 6 ഉണ്ട്? 6ന്റെ ടേബിൾ പറയൂ. അവന്തിക, 6ന്റെ ടേബിൾ പറയടാ. അറിയില്ല. എന്താടാ? ടേബിൾ പറയേ. 1 6 are 6, 2 6 12. 12. ഒരു മിനിറ്റ് സ്റ്റോപ്പ്. 1 6 are 6, 2 6 are 12. അപ്പം ഞാൻ ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? ഈ ഭാഗത്ത് ഞാൻ എന്താ എഴുതി കൊടുക്കേണ്ടത്? ഇവിടെ എന്ത് എഴുതിയിട്ടാണ് ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? അത് മാത്രം പറഞ്ഞാൽ മതി. 12 വരുമോ? ഡിവിഷൻ അറിയാവോ അവന്തികയ്ക്ക്? ഡിവിഷൻ അറിയാവോ? അറിയില്ലെങ്കിൽ അറിയില്ല പറയണ കേട്ടോ. അറിയാം. ഓക്കെ, അപ്പൊ എനിക്കിത് ഡിവൈഡ് ചെയ്യൂ. 9നെ 6 വെച്ച് എനിക്ക് ഡിവൈഡ് ചെയ്യണം. എത്ര വരും എന്ന് പറയൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? നാണിക്കൊന്നും വേണ്ട കേട്ടോ അവന്തിക, പഠിക്കണം നമ്മൾ എന്തായാലും. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. അറിയുന്നെങ്കിൽ ഇതിന്റെ ആൻസർ പറയൂ. 3 എവിടെ വരും? ഇവിടെ ഞാൻ എന്തിട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം. 1 6 are 6 എന്ന് എഴുതും. ഇവിടെ മൈനസ് ഇടും, ബാലൻസ് 3 കിട്ടും. ഇങ്ങനെയല്ലേ? ഇതില് ഈ 1 എഴുതിയില്ലേ, ഇതിന്റെ പേരാണ് കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇവിടെ മൈനസ് ചെയ്ത് എഴുതിയില്ലേ, ഇതിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. മലയാളത്തില് സിസ്റ്റം. ഇതിനെയാണ് നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നത്. ഈ 6 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു, അതിനാണ് ഡിവൈസർ പറയുന്നത്. ഏത് നമ്പറിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത്? 9നെ. അപ്പോൾ അതിനെ ഡിവിഡൻഡ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ക്ലിയർ? ഡി ആണ് കേട്ടോ. ഇത് എഴുതി വെക്കൂ ആദ്യം. കോഷ്യന്റ് ഏതാണ്, ഡിവിഡൻഡ് ഏതാണ്, ഡിവൈസർ ഏതാണ്, റിമൈൻഡർ ഏതാണെന്ന് ആദ്യം എഴുതി വെക്കൂ. എന്നാലാണ് നമ്മൾ ചെയ്യണത് മനസ്സിൽ കയറുള്ളൂ. എഴുതി വെക്കൂ. അവന്തികയ്ക്ക് പോവാനായിട്ട് സമയമായോ? റെഡി ആയിട്ടാണോ ഇരിക്കുന്നത്? ഏതോ ഡാൻസ് ക്ലാസ് എന്തുകൊണ്ട് പറഞ്ഞു അമ്മ? റെഡി ആയിട്ടാണോ ഇരിക്കുന്നത്? അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇത് പറയൂ. ഇപ്പം ഞാൻ ഒരു നമ്പർ 7 എന്ന് പറഞ്ഞ നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 1 കോഷ്യൻ്റ് ആയിട്ട് കിട്ടുക, ഇവിടെ 2 റിമൈൻഡർ ആയിട്ട് കിട്ടുക. ചില കുട്ടികൾ ഇവിടെ ആയിരിക്കും എഴുതി പഠിച്ചിട്ടുണ്ടാവുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എഴുതി പഠിച്ചിട്ടുണ്ടാവുക. 7 ഇവിടെ എക്സ് മേലേക്ക് ഇവിടെ എഴുതുന്നുണ്ടാവും. ഇവിടെ എനിക്ക് റിമൈൻഡർ 2 കിട്ടുന്നു. ഇവിടെ 1 ആണ്.
അപ്പോൾ എനിക്ക് 1 ഇൻറ്റു എക്സ് ആണ് കിട്ടുക. അപ്പോൾ 7ന്ന് ഒരു നമ്പറിനെ മൈനസ് ചെയ്താൽ എനിക്ക് 2 കിട്ടുന്നുണ്ട് എങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? 7ന്ന് ഒരു നമ്പറിനെ മൈനസ് ചെയ്യുന്നു, അപ്പോൾ എനിക്ക് ആൻസർ 2 കിട്ടുന്നുണ്ട് എങ്കിൽ ഈ എക്സ് എന്തായിരിക്കും? seven, 7 അല്ല. 2, നോ. 1, എടാ 7ന്ന് 1നെ മൈനസ് ചെയ്താൽ 6 അല്ലേ കിട്ടുക? five, 5 കറക്റ്റ്. 7ന്ന് 5നെ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2 കിട്ടുന്നത്. സോ ഈ പ്ലേസിൽ എന്ത് വരും? 5 ആണ് വരിക. മനസ്സിലായോ? ആ. ഇനി ഇതേപോലെ ഒരു നമ്പറും കൂടി ചോദിക്കാം. ഇവിടെ 9 ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ കോഷ്യൻറ്റിൻ്റെ ഭാഗത്ത് എനിക്ക് 1 ആണ് വന്നിരിക്കുന്നത്, ഇവിടെ റിമൈൻഡർ 3 ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ എക്സിന് എന്താണ് ആൻസർ ഇടേണ്ടത്? 9നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് എനിക്ക് റിമൈൻഡർ? 3, ഏതാണ്? 3, 3 ആണോ? നോക്കാം നമുക്ക്. 9 ഇവിടെ 3 എഴുതി കൊടുത്താൽ 3 ടൈംസ് 3 3s are 9, റിമൈൻഡർ 0 അല്ലേ വരിക? അപ്പം 3 അല്ല. ഇതെങ്ങനെയാണ് പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ട്, അപ്പോൾ 1 ഇൻറ്റു എക്സ് ആണ്. 7 മൈനസ് എക്സ്, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതിയെടുക്കുക. 7 മൈനസ് എക്സ് എനിക്ക് 2 കിട്ടി. ഈ മൈനസ് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ് ആയിട്ട് മാറും. ഈ 2 ഈ സൈഡ് വരുമ്പോൾ -2 ആയിട്ട് മാറും. 7ന്ന് 2 കുറച്ചാൽ 5, അപ്പോൾ 5 ആണ് ആൻസർ വരുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ 9ൻ്റെ കാര്യമല്ലേ ചോദിച്ചത്, ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം. സ്പേസ് ഇല്ലല്ലോ, ഒരു മിനിറ്റ്. സ്ക്രീൻ കാണുന്നുണ്ടോ? ബ്ലാങ്ക് ആയിട്ടുള്ള സ്ക്രീൻ കാണുന്നുണ്ടോ? അപ്പം ഞാൻ എന്താ ചോദിച്ചത്? 9നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് കോഷ്യൻ്റ് 1ഉം റിമൈൻഡർ 3ഉം വരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 1x ആർ എക്സ് അല്ലേ, 1x എന്ന് കിട്ടും. അപ്പോൾ 9ന്ന് ഈ 1xനെ മൈനസ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 3 ആണ്. സോ 9 മൈനസ് 1xനെ x എന്നും കൂടി എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 3 ആണ്. ഈ 3 ഈ സൈഡ് വരുമ്പോൾ -3 എന്ന് മാറും. ഈ -x അങ്ങോട്ട് പോകുമ്പോൾ x എന്ന് മാറും. സോ ആൻസർ 9 - 3 എത്രയാണ്? 6. ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അവന്തിക, നീ പറയണം കേട്ടോ എന്നോട്, കറക്റ്റായിട്ട് ആൻസർ ചെയ്യണേ. 25നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇവിടെ 4 കിട്ടുന്നത്, ഇവിടെ 1 കിട്ടുന്നത് എന്ന് പറയണം. ഇല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്താണെന്നറിയോ? ഇവിടെ 9ന്ന് ഈ 3നെ കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 6, അതന്നെ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് പറയൂ അവന്തിക, പറയൂ. എക്സ് ഏത് നമ്പറിനെ വെച്ചിട്ട് ഞാൻ 25നെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് കോഷ്യൻ്റെ ഭാഗത്ത് 4ഉം റിമൈൻഡർ 1ഉം കിട്ടുന്നത് എന്ന് പറയണം. അവന്തിക ക്ലാസ്സിലുണ്ടോ? ഉണ്ട്. പറയ്. ജസ്റ്റ് ട്രൈ ചെയ്യാ അവന്തിക. ട്രൈ ചെയ്ടാ. നീ പറയ്, കിഷാൻ പറയ്. 6. 6. സൂപ്പർ. എന്ത് ചെയ്തു അറിയോ? നോക്കൂ,
4നെ എക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 4x എന്നാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ കിട്ടുന്ന നമ്പറിന് ഇതിനെ മൈനസ് ചെയ്യുമ്പോഴാണ് എനിക്ക് 1 കിട്ടുന്നത്. എങ്ങനെ? 25ന്ന് -4xനെ മൈനസ് ചെയ്യുമ്പോഴാണ് എനിക്ക് 1 കിട്ടുന്നത്. അപ്പോൾ ഈ -4x ആ സൈഡ് പോകുമ്പോൾ +4x ആയിട്ട് മാറും. ഈ 1 ഈ സൈഡ് വരുമ്പോൾ -1 ആയിട്ട് മാറും. 25ന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 24 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 4x. അപ്പോൾ എക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24. ഇത് രണ്ടും മൾട്ടിപ്ലിക്കേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഈ സൈഡ് വരുമ്പോൾ നമുക്ക് ഡിവൈഡ് ആണ് വരിക. 24ൽ 4 എത്ര തവണയുണ്ട്? 6 തവണയുണ്ട്. സോ ആൻസർ 6. ഇത് എഴുതിയെടുക്കൂ. ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇനി ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇന്നത്തെ ഹോംവർക്ക് അതാണ്. അത് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണം. അയച്ചു തരുമോ? അത് സ്റ്റെപ്പായിട്ട് ചെയ്യണം. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ 289നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്യണം. ഇപ്പോൾ 3 28ൽ വന്ന് 9 തവണ 27 ഉണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് ഇടും, എന്നിട്ട് 1 വരും. ഈ 9നെ താഴെ ഇറക്കും. ഈ ആരോ മാർക്കോട് കൂടിയൊക്കെ തന്നെ ചെയ്യണം. 9 ഇവിടെ 6 തവണ 6 3 18 വരും. മൈനസ് ചെയ്താൽ 1. എന്നിട്ട് നിങ്ങൾ എങ്ങനെ എഴുതണം എന്നറിയോ? ഈ 1 റിമൈൻഡർ എന്ന് എഴുതണം. ഈ 96 കോഷ്യന്റ് എന്നുള്ളത് എഴുതണം. ഈ 3നെ ഡിവൈസർ എന്ന് എഴുതി വെക്കണം. അതേപോലെ ഇതിനെ ഡിവിഡൻറ്റ് എന്ന് എഴുതി വെക്കണം. ഓക്കെ. ആ ഡിവിസിബിലിറ്റി റൂള് ചെക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ, അതിൽ ഞാൻ കിഷാൻ്റെ ചെക്ക് ചെയ്യാം. കിഷാൻ ഒരുവിധം ശരിയാണെന്ന് തോന്നുന്നു. മറ്റേ അവന്തിക ചെയ്ത് അയക്കുക. അവന്തിക ചിലതൊന്നും ചെയ്തിട്ടില്ലല്ലോ, അത് ചെയ്ത് ബാലൻസ് ഉള്ളതും കൂടി ചെയ്യുക, അയക്കുക. പിന്നെ ഇതുപോലെ നിങ്ങൾ കുറച്ച് ഞാൻ ഇത് തരും, അതും കൂടി ചെയ്തയക്കുക. ഇന്നിപ്പോൾ അവന്തിക പുറത്ത് പോണത് കാരണം ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ മതി. വീട്ടിലെത്തിയിട്ട് ചെയ്തയക്കൂ കേട്ടോ. കിഷാൻ എന്തായാലും ഇപ്പം തന്നെ ചെയ്തയക്കാൻ നോക്കൂ. ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ക്വസ്റ്റ്യൻസ് ഫോട്ടോ എടുത്ത് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ്